ഇപ്പം നമുക്ക് വെള്ളാപ്പള്ളിക്കെതിരെ ഉയർന്നു വരുന്ന പ്രശ്നമാണ് മൈക്രോ ഫിനാൻസ് കേസ്. അത് ഇപ്പം വളഞ്ഞ വഴി കൂടെ മരിച്ചുപോയ കെ മഹേഷിന്റെ തലയിലിടാൻ നോക്കുകയാണ്. ഈ ഇടയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളി ഒരു പ്രസ്താവന നടത്തി, അതായത് മഹേഷൻ കള്ളനാണ്, കള്ളനെ കള്ളൻ എന്നല്ലേ വിളിക്കേണ്ടത് എന്ന്. അതിന് കൃത്യമായിട്ടൊരു മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പം മഹേഷിന്റെ ഭാര്യ ഉഷാദേവി. അതായത് കള്ളനെ കള്ളാന്ന് വിളിക്കാം, പക്ഷെ അത് മഹേഷിനല്ല, തുഷാറാണ് കള്ളൻ. പണ്ട് വിദേശത്ത് ജയിലിൽ കിടന്നത് ഇതുപോലെ മോഷണം അല്ലെങ്കിൽ ഇതുപോലെ കുറ്റം ചെയ്തിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ സന്തത സഹചാരിയല്ല, അല്ലെങ്കിൽ എല്ലാ വിവരങ്ങളും എല്ലാ രഹസ്യങ്ങളും അറിയുന്ന കെ മഹേഷിനെ കള്ളനെന്ന് വിളിക്കുമ്പോൾ, തുഷാർ വെള്ളാപ്പള്ളി കള്ളൻ എന്ന് വിളിക്കുമ്പോൾ, അത് താൻ ഒരു 2019 UAE ഒരു കുറച്ച് നാൾ ഈ ഒരു വണ്ടിച്ചക്ക് കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൂടി വേണം അവർ കെ മഹേഷിനെ വിമർശിക്കാനെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏകദേശം ഇന്ത്യൻ മണി ഏകദേശം 19 കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ തട്ടിപ്പാണ്, അല്ലെങ്കിൽ വണ്ടിച്ചക്ക് കേസ് കൊടുത്ത് ചെക്ക് മടങ്ങിയതിൻ്റെ കേസിൽ മലയാളി തന്നെ നൽകിയ കേസിലാണ് ഈ ഒരു തുഷാർ വെള്ളാപ്പള്ളിയെ അവിടുത്തെ ഉള്ള അജ്മാനിലെ സെൻട്രൽ ജയിലിൽ പിടിച്ചിട്ടത്. ഇതൊന്നും ഒരാളും അറിയില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു തുഷാർ വെള്ളാപ്പള്ളി മനസ്സിലാക്കുന്നത്. കാരണം ഇതെല്ലാം അറിയാം, പക്ഷേ ഇതൊന്നും ആരും പറയാറില്ല. അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയോടോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോ ആരോടും ചോദിക്കില്ല എന്നുള്ള ഒരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കെ മഹേഷിനെയും അല്ലെങ്കിൽ സാധാരണ പൊതുജനങ്ങളെയും ഇവരുടെ കണ്ണിൽ പൊടിയിടാൻ ഇവർ ശ്രമിക്കുന്നത്. എന്താണ് ഇവരുടെ പാസ്റ്റ് എന്നുള്ളതെല്ലാം മൂടി വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ കൈ കഴുകി വിശുദ്ധന്മാരാകുന്നത്. ഇപ്പം നമുക്കറിയാം, തുഷാർ വെള്ളാപ്പള്ളി ഇടയ്ക്ക് ഇലക്ഷനൊക്കെ നിന്നിരുന്നു. അപ്പോൾ ഇത്രയും വലിയ കുറ്റമൊക്കെ ചെയ്തിട്ടും ഇലക്ഷന് നിൽക്കാനും ഇത്ര ധൈര്യത്തോട് പുറത്തിറങ്ങി നടക്കാനും സാധിക്കുന്ന, അപ്പോൾ അവർക്ക് എത്രമാത്രം പവർ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അതായത് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് കെ മഹേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ആളുടെ മുഖത്തടിക്കും അല്ലെങ്കിൽ മർദ്ദിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് കെ മഹേഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പണത്തിൻ്റെയും അല്ലെങ്കിൽ ഒരുപാട് ബാറുകൾ നടത്തുന്ന ഒരു ബാർ മുതലാളിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. അതായത് ഗുരുവിൻ്റെ തത്വം എന്താണെന്ന് വെച്ചാൽ, മദ്യം ഉണ്ടാക്കരുത്, വിൽക്കരുത്, അതിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ അത് കയ്യിൽ വെക്കരുത് എന്നുള്ള തത്വത്തിൽ തത്വമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ സംഘടനയാണ് SNDP. ആ ഒരു SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനാണ് കേരളത്തിൽ ഒരുപാട് ബാറുകളും അതുപോലുള്ള സ്റ്റാർ ഹോട്ടലുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ ഒരു വെള്ളാപ്പള്ളി നടേശൻ്റെ ആദർശവും നയവും അല്ലെങ്കിൽ എത്തിക്സും എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കെ മഹേഷിൻ്റെ കേസിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ഒരു ആരോപണം, വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ഒരു പങ്കാളിത്തം പുറത്തു വന്നത്. അതിന് പിന്നാലെ ഈ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചതിന് പിന്നാലെയാണ് തുഷാർ വെള്ളാപ്പള്ളി ഈ ഒരു കെ മഹേഷിനെ കള്ളനാണെന്നും കട്ടവനെ കള്ളനെന്നല്ലാതെ എന്ത് വിളിക്കണമെന്നും പറയുന്നത്. അപ്പോഴും ഇപ്പോൾ കേരളം ഒരു 8-9 വർഷത്തേക്ക് പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ അവിടെ കാണാം ഈ തുഷാർ വെള്ളാപ്പള്ളി അജ്മാനിലെ ജയിലിൽ തറയിൽ കിടന്ന് അല്ലെങ്കിൽ വണ്ടിച്ചക്ക് കേസിൽ തറയിൽ കിടന്നതും അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പ് നടത്തിയതും കാര്യങ്ങളുമെല്ലാം. അതായത് 19 കോടി രൂപ നൽകാമെന്ന് ഒരു മലയാളി തന്നെ, അത് തൃശ്ശൂർന്നുള്ള ഒരു മലയാളിയെ തന്നെ വഞ്ചിച്ച ഒരാളാണ് ഈ തുഷാർ വെള്ളാപ്പള്ളി. അയാൾ ഇതുവരെയുള്ള ആ ഒരു ഇലക്ഷനെല്ലാം തൻ്റെ ആ ഒരു കേസുകളെല്ലാം അധികാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു വെള്ളാപ്പള്ളി നടേശനുള്ള ഒരു ഹോൾഡിൻ്റെ പേരിൽ തേച്ച് മായ്ച്ചാണ് ഇതുപോലുള്ള പോലീസ് ക്ലിയറൻസോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഇലക്ഷന് മുമ്പുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടോ, അല്ല അതെല്ലാം തേച്ച് മായ്ച്ച് കളയുന്നത് ഈ ഒരു വെള്ളാപ്പള്ളി നടേശൻ്റെ ഒറ്റൊരാളുടെ ബലത്തിലാണ്. കെ മഹേഷിന്റെ ഭാര്യ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതായത് മഹേഷൻ മരിച്ച സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാർ കുറച്ച് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്ന്. അതായത് താനാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി എന്നുള്ള രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും അവർ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. അതുപോലെ വെള്ളാപ്പള്ളിയുടെ അടുത്തു നിന്ന് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും വെള്ളാപ്പള്ളി വേട്ടയാടുന്നു പറയുന്നു. നമുക്കറിയാം, ഒരു ചെറിയ ഗുണ്ട പോലെ തന്നെയാണ് വെള്ളാപ്പള്ളി ഇവിടെ ജീവിക്കുന്നത് തന്നെ. ഒരു SNDP അല്ലെങ്കിൽ SNDPയുടെ സെക്രട്ടറി എന്ന സ്ഥാനത്തിൻ്റെ മറവിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ തെറ്റുകളും അല്ലാതെ എല്ലാ കൊള്ളരുതായ്മകളും അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും മനസ്സിലാവുന്നത്. കേരളത്തിലെ 2 പ്രമുഖ പാർട്ടികളുടെ ഒരു നിഴലിലാണ് വെള്ളാപ്പള്ളിയുടെ ഈ കളികൾ അത്രയും. ഒരു വർഷത്തേക്ക് നോക്കിയാൽ തുഷാർ വെള്ളാപ്പള്ളി അംഗമായ BDJSൻ്റെ അല്ലെങ്കിൽ BJPയുടെ ആ ഒരു സഖ്യകക്ഷിയായ BDJSൻ്റെ പിന്തുണ.
ഇപ്പുറത്ത് പിണറായി വിജയൻ, സുഹൃത്തായ പിണറായി വിജയൻ്റെ CPM-ൻ്റെ സംഘടന. ഈ രണ്ട് സംഘടനയും കൂട്ട് നിൽക്കുന്നിടത്തോളം, അല്ലെങ്കിൽ BJP CPM എന്നുള്ള രണ്ട് പാർട്ടികളുടെ സംരക്ഷണത്തിനാണ് ഈ ഒരു വെള്ളാപ്പള്ളിയുടെ കളികൾ അത്രയും. അതുമാത്രമല്ല, കേരളത്തിലെ മിക്ക ഗുണ്ടാ സംഘങ്ങൾക്കും രഹസ്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇരിപ്പുവശമുണ്ട്. അതായത് വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഈ ആൾക്കാരെ തല്ലാനും കൊല്ലാനുമുള്ള ഒരു കൊട്ടേഷൻ അടക്കം ഈ വെള്ളാപ്പള്ളി കൊടുത്തിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, മഹേഷനും അതുപോലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പവറുള്ള ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് ഇപ്പോൾ KK മഹേഷൻ്റെ ഭാര്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, അതായത് ഇന്നലെ രാജ്യത്തെ പത്മ പുരസ്കാരങ്ങൾ, അതായത് പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തിരുന്നു. ഏകദേശം 63ഓളം പേരാണ്, 64ഓളം പേരാണ് ഇന്നലെ ആ ഒരു പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. അതിലൊരാൾ ഈ വെള്ളാപ്പള്ളി നടേശനാണ്. ഓക്കെ, അതായത് മൈക്രോ ഫിനാൻസ് കേസ്, അതുപോലെ KK മഹേഷൻ കൂടാതെ പല വർഗീയ പരാമർശങ്ങളും നടത്തി കേരളത്തിലെ വിഷമായ വെള്ളാപ്പള്ളി നടേശനാണ് രാജ്യത്തെ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലൊരു പരമോന്നത പുരസ്കാരം വാങ്ങിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. അതുപോലെ നമുക്കറിയാം 2016 നടന്നതാണ് മൈക്രോ ഫിനാൻസ്. ഇതുവരെ അത് തെളിഞ്ഞു വന്നിട്ടില്ല. അതുപോലെ KK മഹേഷൻ ഈ 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ഇതിനെപ്പറ്റി എല്ലാ വിശദാംശങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് പകരം വേറെ വ്യക്തി ആയിരുന്നു, സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇപ്പോൾ ജയിലിൽ പോകേണ്ട ആ സമയം കഴിഞ്ഞു. പക്ഷേ തൻ്റെ പവർ, ഇപ്പോൾ ചേട്ടൻ മുമ്പേ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൻ്റെയും, അതായത് നമ്മുടെ നേരത്തെ കേരളത്തിൽ നിന്ന് സപ്പോർട്ട് ഒരുപാട് ഉണ്ടായത് കൊണ്ടാണ് അത് ഇത്രയും നാൾ പിടിച്ചു ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ VM സുധീരനാണ് ഇതിനെതിരെ സംസാരിച്ച് വന്നതും ഇതിനെതിരെ കേസ് കൊടുക്കാനും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം VM സുധീരനെതിരെയും ഇപ്പോൾ കുറേ വരുന്നുണ്ട്, സർക്കാരിൻ്റെ കാലനാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കി അത് അന്വേഷിക്കട്ടെ എന്നുള്ള രീതിയിലല്ല, തനിക്കെതിരെ വരുന്നവരെല്ലാം തെറ്റുകാരാണ്, താൻ നല്ലവനാണ് എന്നാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി പറയുന്നത് എന്നുള്ളതാണ്. നിഷ്കളങ്കൻ, കൈകൾ വിശുദ്ധം, അല്ലെങ്കിൽ എന്നെ പറയുന്നവരെല്ലാം സർക്കാരിൻ്റെ കാലൻ, അല്ലെങ്കിൽ അങ്ങനെ പല പരാമർശങ്ങളും നടത്തുന്നതല്ലാതെ എനിക്കെതിരെയുള്ള അന്വേഷണം കൃത്യമായി നടക്കട്ടെ, സുതാര്യമായി നടക്കട്ടെ എന്നുള്ള ഒരു സ്റ്റാൻഡില്ല വെള്ളാപ്പള്ളി നടേശന്. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞിരുന്നു, അതായത് ഈ പത്മ പുരസ്കാരം സ്വീകരിക്കാൻ ചെന്ന വെള്ളാപ്പള്ളി ഡൽഹിയിൽ ചെന്നിരുന്നല്ലോ, ആ സമയത്ത് പോലും ഈ മൈക്രോ ഫിനാൻസ് കേസ്, അതുപോലെ ഈ വർഗീയ പരാമർശം കാര്യങ്ങളെല്ലാം അവിടെയും ചർച്ചയായിരുന്നു. അപ്പോൾ ഈ പുരസ്കാരം കൊടുക്കുന്നവർക്കും അല്ലെങ്കിൽ വാങ്ങുന്നവർക്കും അല്ലെങ്കിൽ ഇത് എല്ലാം കണ്ടു നിൽക്കുന്ന ആളുകൾക്കും എന്തായിരിക്കും അവർക്ക് ആ ഒരു തോന്നുക? കാരണം ഇത്രയേറെ കേസുകളിലും അല്ലെങ്കിൽ ആരോപണ വിധേയനമായിട്ടുള്ള ഒരാൾ ഇതുപോലൊരു പരമോന്നത പുരസ്കാരം അർഹനാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ആ ഒരു പുരസ്കാരത്തിനുമാണ് ചീത്തപ്പേര് വരുന്നത്. അതുമാത്രമല്ല, കൊടുക്കുന്ന ആ ഒരു രാജ്യത്തിനും ഏകദേശം ഒരു എന്താ പറയുക, നാണക്കേടാണ്. ശരിക്കും രാജ്യത്തിന് വരെ നാണക്കേടാണ് ഈ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയും.